ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ചിക്കൻ പോപ്കോൺ. പക്ഷേ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പിന്നെ നിങ്ങൾ ഇതുവരെ അനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എല്ലില്ലാത്ത ചിക്കനാണ്. ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് എല്ലില്ലാത്ത പീസുകൾ നോക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ അളവ് നിങ്ങൾ അങ്ങനെ കറക്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതലോ കുറവൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ അതിനകത്തോട്ട് ഇടാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. ചിക്കൻ അറിയാതെ കിടക്കുമോ എന്നുള്ള സംശയം വേണ്ട. ഒരു 1-2 തവണ ഒന്ന് അടിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അങ്ങ് അരഞ്ഞു കിട്ടും. എല്ലില്ലാത്ത പീസുകൾ നോക്കി തന്നെ എടുക്കണം. ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, 4 ചെറിയ അല്ലി മതി. വലുതാണെങ്കിൽ 2-3 എടുത്താൽ മതി. അപ്പോൾ 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിടാം. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഒരു 2 നുള്ള് ഗരം മസാലപ്പൊടി. ഈ ഗരം മസാലയുടെ വളരെ ചെറിയ മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവർ മാത്രം മതി, കൂടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് 2 നുള്ളേ ചേർക്കാവുള്ളൂ. സാധാരണ ചിക്കൻ പോപ്കോണിൽ ഈ ഗരം മസാലപ്പൊടി ചേർക്കാറില്ല, പക്ഷേ അത് ഇടുമ്പം ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ഏകദേശം കണക്കിനങ്ങ് ഇടാനേ പറ്റുള്ളൂ കേട്ടോ, കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു കണക്കിനങ്ങ് ഇടണം. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. 2-3 തവണ ഒന്ന് പൾസ് ചെയ്യുമ്പോൾ തന്നെ അരഞ്ഞ് കിട്ടും. ഇതുപോലെ കിട്ടണം. കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇതിനകത്തിന് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ആ പൊടിയുടെ ടേസ്റ്റ് ഇതിനകത്ത് അറിയാനേ പറ്റില്ല. ചിക്കൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏത് വേണേലും ചേർക്കാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം, അത്രേ ഉള്ളൂ. എന്നിട്ടൊരു ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഇതിനകത്ത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തത്. ജസ്റ്റ് കൈവച്ചും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എല്ലാ സ്ഥലത്തും ആ മസാലയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഒരുമിച്ച് ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കി വെക്കണം. അങ്ങനെ ഷേപ്പ് ഒന്നും പ്രശ്നമല്ല കേട്ടോ. ജസ്റ്റ് ചെറിയ പോർഷൻസ് ആക്കി അങ്ങ് വെച്ചാൽ മതി. ചിക്കൻ പോപ്കോൺ അങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെറിയ പോർഷൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഇതൊന്ന് അടിച്ചു വെക്കണം. ഇനി ഇതിൽ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. 1/4 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കണം. കോൺഫ്ലോർ എല്ലാവർക്കും എപ്പോഴും വീട്ടിൽ കിട്ടില്ലല്ലോ. അരിപ്പൊടി ആകുമ്പം ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ടാണ് അത് ചേർത്തത്. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മുകളിൽ വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ് മതി. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കട്ടി വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ലൂസാക്കാം. കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിന് മതി. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ്. ഇനി ലാസ്റ്റ് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. ഒരു 4-5 ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ആദ്യം ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ്ങേ ഇതിൻ്റെ മുകളിൽ വരത്തുള്ളൂ. ഇനി ബ്രെഡ് പൊടിച്ചതിലും കൂടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം.
ചിക്കൻ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിത് നേരത്തെ തയ്യാറാക്കി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോഴത്തേക്കും ചിക്കൻ ഇടണം. ഒത്തിരി ചൂടായി പോകരുത്, കാരണം പുറമേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഉള്ളിലെ ചിക്കൻ പച്ചയല്ലേ, അത് വേവാൻ കുറച്ച് സമയം വേണം. അപ്പം അതുകൊണ്ട് എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടിലേ കിടക്കാവുള്ളൂ. ഒത്തിരി ചൂട് കൂടി പോവാതെ നോക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയിലായിരിക്കണം. ചിക്കൻ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഓരോ ബാച്ചും റെഡിയായി കിട്ടും. നമ്മൾ ചെറിയ ഉരുളകളാക്കിയാണല്ലോ ഇട്ടിരിക്കുന്നത്, പിന്നെ അരച്ചുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് മതി ഓരോ ബാച്ചും റെഡിയാവാൻ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ പുറമേ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ ഒരു ബ്രൗൺ കളർ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എണ്ണയിലിട്ടിട്ട് ഉടനെ തന്നെ ഇളക്കണ്ട, ചിലപ്പോൾ ബ്രെഡൊക്കെ ഇളക്കി പോകും. അപ്പോൾ ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കണം. ചിക്കൻ വേവാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസിയാണല്ലേ. ഇത് ഫ്രൈ ചെയ്യാൻ മാത്രമാണ് കുറച്ചെങ്കിലും സമയം എടുക്കുന്നത്. ബാക്കിയെല്ലാം പെട്ടെന്ന് ആയി കിട്ടും. വളരെ ടേസ്റ്റിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചിക്കൻ അരച്ച് ചേർത്തിരിക്കുന്ന കാരണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ കഴിക്കണം. ജസ്റ്റ് ആ ഒരു ചൂടൊന്ന് മാറുമ്പോൾ, നല്ല ചൂടൊന്ന് മാറുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ആ പുറമേ ക്രിസ്പി ആയിട്ടിരിക്കുന്ന മാറിയിട്ടത് തണുത്ത് പോവും, സോഫ്റ്റായി പോവും, പുറമേയും സോഫ്റ്റായി പോവും. പക്ഷെ തണുത്ത് പോയാലും ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല കേട്ടോ. കുട്ടികൾക്ക് എങ്ങനെയായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.